നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക്. OP വിഭാഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ 1ാം വർഷ ആൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരണ യോഗവും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സമിതി അംഗം B. വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ CMI അധ്യക്ഷത വഹിക്കും. നിരവധി വ്യക്തികൾ പങ്കെടുക്കും. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ റൂബി ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് ഉപാസന ഓഡിറ്റോറിയത്തിൽ മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ CMIയുടെ അധ്യക്ഷതയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. റൂബി ജൂബിലിയുടെ സമാപന സമ്മേളനം 2025 ഡിസംബർ 17 വിപുലമായ രീതിയിൽ നടത്തുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. 1985 ജനുവരി 28-ാം തീയതിയാണ് ഔദ്യോഗികമായി തൊടുപുഴയിൽ തുടങ്ങിയത്. അന്നത്തെ കേരള ഗവർണറായിരുന്ന ബഹുമാനപ്പെട്ട P. രാമചന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മന്ത്രിയായിരുന്ന PJ ജോസഫ് സാറും തൊടുപുഴ അതുപോലെ തന്നെ PK കൃഷ്ണൻ നായർ, കുട്ടി സാഹിബ് എന്നിവര് രക്ഷാധികാരികളായിട്ടും ആണ് അന്ന് ഉപാസന തുടങ്ങിയത്. ഫാദർ ആൽബർട്ട് നമ്പ്യാപരവിൽ CMI എന്ന് പറയുന്ന വൈദികന്റെ വലിയ ദീർഘവീക്ഷണത്തിന്റെ ഒരു മകുടോദാഹരണമാണ് ഈ ഉപാസന സാംസ്കാരിക കേന്ദ്രം എന്ന് പറയാതെ ഇരിക്കാൻ തരമില്ല. അദ്ദേഹം ഒരു വലിയ ഫിലോസഫർ ആയിരുന്നു, തത്വജ്ഞാനിയായിരുന്നു, പണ്ഡിതനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, നല്ലൊരു പ്രാസംഗികനായിരുന്നു. ആ നിലയിൽ ഈ ഒരു സ്ഥാപനത്തിന് അദ്ദേഹം ചെയ്ത സ്തുത്യർഹമായിട്ടുള്ള സേവനം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു നാട്ടിലെ ഈ ഒരു സ്ഥാപനത്തിൽ കടന്നുപോയ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. ഏതാനും ചിലരുടെ പേരുകൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാപനത്തില് വന്ന് അവരുടെ സാന്നിധ്യം അറിയിച്ചതും പ്രസംഗം നടത്തിയതുമായിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെയാണ്. ഡോക്ടർ M. ലീലാവതി, ഗുരു നിത്യചൈതന്യയതി, സുകുമാർ അഴീക്കോട്, കുഞ്ഞുണ്ണി മാസ്റ്റർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കടമനിട്ട രാമകൃഷ്ണൻ, P. വത്സല, MP മന്മഥൻ, ജെറി അമൽദേവ്, MV ദേവൻ, ജോർജ് ഓണക്കൂർ, KM മാണി, പന്യൻ രവീന്ദ്രൻ, P. ഗോവിന്ദപിള്ള, ഫാദർ വടക്കൻ, ഫാദർ M. അടപ്പൂർ, ടാറ്റാപുരം സുകുമാരൻ, M. തോമസ് മാത്യു, സച്ചിദാനന്ദ സരസ്വതി, D. വിനയചന്ദ്രൻ, MK സാനു, UR അനന്തമൂർത്തി, ഡോക്ടർ സിറിയക് തോമസ്, സ്വാമി സന്ദീപാനന്ദഗിരി, DC കിഴക്കേമുറി, ചെമ്മനം ചാക്കോ, അയ്യപ്പ പണിക്കർ, KL മോഹനവർമ്മ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികളുടെ നീണ്ട നിര തന്നെ നമ്മുടെ വേദിയെ അലങ്കരിച്ചിട്ടുണ്ട്. ആ സമ്മേളനങ്ങളിലെല്ലാം തൊടുപുഴയിലെ ഒരു നല്ല ശതമാനം ആൾക്കാര് ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും പ്രസക്തി പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടങ്ങളാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും മിനിമം ഒരു 40-ലധികം ആൾക്കാർ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തനാൽ CMI, സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ്, കോർഡിനേറ്റർ ഡോക്ടർ സാബു വർഗീസ്, തോമസ് കുണിഞ്ഞി, സുകുമാർ അരിക്കുഴ, ജോയിന്റ് സെക്രട്ടറിമാരായ ഹുസൈൻ, ലൈബ്രറിയൻ ഷാജി മുതുക്കുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക്. OP വിഭാഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു.
ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കും. ഉടുമ്പൻചോലയിലേക്കുള്ള പുതിയ തസ്തികകളുടെ പ്രപ്പോസലും സർക്കാർ പരിഗണനയിലാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. കോളേജിനായി ഉടുമ്പൻചോലയ്ക്ക് സമീപം മാട്ടുത്താവളത്ത് 21 ഏക്കറോളം ഭൂമിയും കണ്ടെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണോദ്ഘാടനം നടന്നെങ്കിലും പിന്നീട് വർഷങ്ങളോളം തുടർ നടപടികൾ നിലയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കും. കെട്ടിടത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 2,20,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 8 സ്പെഷ്യാലിറ്റി OP വിഭാഗങ്ങൾ, അത്യാഹിത വിഭാഗം, ഫിസിയോതെറാപ്പി, യോഗ, ഡിസ്പെൻസറി തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുക. 50 കിടക്കകളോടുകൂടിയ കിടത്തി ചികിത്സയും ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. IPക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടം താൽക്കാലികമായി ഏറ്റെടുക്കും. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ അനുവദിച്ചിരുന്ന ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ OP ആരംഭിക്കുന്നതിനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെയും മണിയാസന്റെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ അതിന്റെ OP ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനം അതിന്റെ അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് പഞ്ചായത്ത് ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയിട്ടുള്ള 22 ഏക്കർ സ്ഥലത്ത് ചുറ്റുമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 1 കോടി രൂപയുടെ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാഥമികമായ ബ്ലോക്ക് പണിയുന്നതിന് 10 കോടി രൂപ ഇടുക്കി പാക്കേജിൽ അനുവദിച്ച് അതിന്റെ AS ആയിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ 1 മാസത്തിനകം തന്നെ പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. വിട്ടുകിട്ടിയ സ്ഥലത്ത് ആദ്യഘട്ട കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 10 കോടി രൂപയുടെ പദ്ധതിക്കും ഭരണാനുമതിയായി. ഘട്ടം ഘട്ടമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടുമ്പൻചോലയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ 1ാം വർഷ ആൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പൈനാവിൽ PWD വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് പുതിയ ഹോസ്റ്റലിന്റെ പ്രവർത്തനം. ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടം ജില്ലാ കളക്ടറുടെ താൽപര്യപ്രകാരമാണ് എഞ്ചിനീയറിംഗ് കോളേജിന് വിട്ടു നൽകിയത്. കോളേജ് PTA മുൻകൈയെടുത്ത് 5 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. അതുകൂടാതെ we have also been associated with the college in different projects. ഇന്നലെ വന്ന് കുറേ കുട്ടികൾ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. We are so happy. അത് താങ്ക് യു. നമ്മൾ അങ്ങോട്ട് വെച്ച ആശയത്തിന് നല്ലൊരു രൂപം നൽകിയിട്ട് നിങ്ങൾ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത കാര്യം ചെറുതല്ല. That is going to change the way governance is going to happen in Idukki. ഹോസ്റ്റൽ വാർഡൻ പ്രൊഫസർ ഉമേഷ് ACയെ ചടങ്ങിൽ ആദരിച്ചു. PTA വൈസ് പ്രസിഡന്റ് റോയ് ജോസഫ്, വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ രഘുനാഥൻ രാജേഷ്, ഡോക്ടർ മഞ്ജു മാനുവൽ, ഡോക്ടർ ഡോളി മേരി, ഡോക്ടർ മധു KP, ഡീൻമാരായ സന്തോഷ് കുമാർ, പ്രമോദ് VK, ഷെരീഫ് RM, പ്രോഗ്രാം ഓഫീസർ ഫിലിമോൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തൊടുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രൂപീകരണ യോഗവും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സമിതി അംഗം B വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബോണി മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. കാവിക്കൊടിയിൽ പാറുന്നു അതിനു കീഴിൽ അണിചേരൂ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തൊടുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരണ യോഗവും പതാക ഉയർത്തലും നടത്തി. വാട്ടർ അതോറിറ്റി ഓഫീസ് സമുച്ചയത്തിന് മുന്നിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം BMS സംസ്ഥാന സമിതി അംഗം B വിജയൻ നിർവഹിച്ചു. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ ശമ്പള വർധനയും ആനുകൂല്യ വർധനയും നടപ്പിലാക്കണമെങ്കിൽ ജീവനക്കാർ രാഷ്ട്രീയ തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് ദേശീയധാരയിലെത്തണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതായത് ഭാരതത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ BMSന്റെ ഒരു പതാക കൊടിമരം ഇവിടെ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിജയൻജി പറഞ്ഞതുപോലെ തന്നെ ഈ ഓഫീസിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ BMSനോട് ഇപ്പോൾ നിലവിൽ സംഘടനയിൽ അംഗത്വം അല്ലാത്തവർ തന്നെ നമുക്ക് ഒരു പ്രോത്സാഹനം തന്നായിരുന്നു. ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അങ്ങനെയുള്ള ആളുകളോടാണ്. ഇത് ശരിക്കും ചേരാൻ ഒരു ധൈര്യം, പല സാഹചര്യങ്ങൾ കൊണ്ടും ചേരാൻ സാധിക്കാത്തവരും നമ്മുടെ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളുമായ ആളുകൾ നമുക്കൊരു പ്രചോദനം തന്നിരുന്നു. അവർ
അവരുടെ പ്രചോദനത്തിലാണ് നമ്മൾ ഈ ആശയം ആദ്യമായി ഇങ്ങനെ കൊടിമരം സ്ഥാപിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. ബോണി മാത്യു അധ്യക്ഷത വഹിച്ചു. എംപ്ലോയീസ് സംഘ് സംസ്ഥാന സമിതി അംഗം പ്രശാന്ത് മാൻകുന്നേൽ, ട്രഷറർ KR സുഭാഷ്, BMS സംസ്ഥാന സമിതി അംഗം K ജയൻ, മേഖലാ പ്രസിഡന്റ് B അജിത് കുമാർ, MA പ്രദീപ്, ഷാജു ഗോപാലൻ, AP സഞ്ജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ PO പൗലോസ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിവിധ തലങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് 2025-2026 എന്ന പേരിൽ കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ സംബന്ധിച്ച് അവബോധമുണ്ടാക്കുക, സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക, അതിനാവശ്യമായ വഴികൾ തെളിയിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായ പരിശീലനവും അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡൻസും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ കരിയർ ഗൈഡൻസ് ക്ലാസിൻ്റെ അവസാന വേളയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും അജ്ഞതയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ സ്ഥിരമാണോട് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിരവധി ഇടപെടലുകളും പദ്ധതികളുമാണ് വകുപ്പും ഗവൺമെന്റും ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ആ വിഭാഗത്തിലേക്ക് കൃത്യമായി അതിൻ്റെ ഒരു മെസ്സേജ് എത്തിക്കുക, പരമാവധി ആളുകൾക്ക്, കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക നിലയിൽ ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ ഇപ്പോൾ വളരെ വിപുലമായി നേരത്തെ സൂചിപ്പിച്ചു. സ്കൂൾ തലത്തിൽ, പിന്നീട് അതിന് 2-3 ഘട്ടങ്ങളിലായി സംസ്ഥാന തലത്തിലടക്കം അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് കൃത്യമായ അവബോധം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത മേഖലകളിലേക്കൊക്കെ. സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ PO പൗലോസ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ഡോക്ടർ ഹസീന VN, PTA പ്രസിഡന്റ് സനീഷ് AS, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, ക്യാമ്പ് കോർഡിനേറ്റർ ലിറ്റി മത്ത എന്നിവർ സന്നിഹിതരായിരുന്നു. നിരവധി കുട്ടികൾ ട്യൂണിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുവാൻ ശ്രമിച്ച 6 കിലോ കഞ്ചാവുമായി ഒരാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കമ്പം സ്വദേശി ചന്ദ്രൻ എന്നയാളെയാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നും പോലീസ് പിടികൂടിയത്. കമ്പം നോർത്ത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് അതിർത്തി വഴി കഞ്ചാവ് കടത്തുന്നുവെന്ന് കമ്പം നോർത്ത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 6 കിലോ കഞ്ചാവുമായി ഒരാളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കമ്പം സ്വദേശി ചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഓഫീസർ നാഗരാജന്റെ നേതൃത്വത്തിൽ പോലീസ് കോമ്പി റോഡ് നാഗകാണിയമ്മൻ ക്ഷേത്രം പരിസരത്ത് പട്രോളിംഗ് നടത്തവേ പ്രദേശത്ത് ചാക്ക് ഭാഗമായി ഒരാൾ സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിക്കവെയാണ് 6 കിലോ കഞ്ചാവ് കണ്ടെത്തുന്നത്. കേരളത്തിലെത്തിച്ച വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രതിക്കെതിരെ കഞ്ചാവ് കടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടുക്കിയിൽ സ്വകാര്യ ബസ്സിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. നെടുങ്കണ്ടം പാറത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവരുടെ പക്കൽ നിന്നും 1.25 കിലോ കഞ്ചാവ് പിടികൂടി. മുണ്ടിയെരുമയിൽ വെച്ചാണ് എക്സൈസ് സംഘം ബസ്സിൽ നിന്നും ഇരുവരെയും പിടികൂടിയത്. തോട്ടം മേഖലയിൽ അടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ കഞ്ചാവ് കടത്തിയതെന്നാണ് സൂചന. പാറത്തോട് സ്വദേശികളായ തോട്ടിപ്പറമ്പിൽ തുക്കേത്, ബാലാജി ഹൌസിൽ കുമാർ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതികൾ. മുണ്ടിയെരുമയിൽ വെച്ചാണ് എക്സൈസ് സംഘം ബസ്സിൽ നിന്നും ഇരുവരെയും പിടികൂടിയത്. അറസ്റ്റിലായ തുക്കേത് മുൻപും സമാന കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. തോട്ടം മേഖലയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ കഞ്ചാവ് കടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ സംഘത്തെ സംബന്ധിച്ചും അന്വേഷണം നടന്നുവരികയാണ്. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കോടിക്കുളം വെള്ളംചിറയിൽ വെയിറ്റിംഗ് ഷെഡ് പ്രതിഷേധം. നാട്ടുകാർ സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം പൊളിച്ച് പുതിയത് നിർമ്മിച്ചതോടെയാണ് നാട്ടുകാർ സമീപത്ത് തന്നെ പുതിയ വെയിറ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. ഇതിനിടെ മെമ്പർ സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് ആരോ മറിച്ചിട്ടെന്നും ആരോപണം ഉണ്ട്. കോടിക്കുളം വെള്ളംചിറയിൽ വെയിറ്റിംഗ് ഷെഡ് പ്രതിഷേധം. ഇവിടെ നാട്ടുകാർ സ്ഥാപിച്ചിരുന്ന വെയിറ്റിംഗ് ഷെഡ് വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം പൊളിച്ച് പുതിയത് നിർമ്മിച്ചതോടെയാണ് നാട്ടുകാർ സമീപത്ത് തന്നെ പുതിയ വെയിറ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിച്ച് പ്രതിഷേധിച്ചത്. ഇതിനിടെ മെമ്പർ സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് ആരോ മറിച്ചിട്ടെന്നും ആരോപണമുണ്ട്. നാട്ടുകാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത് നിർമ്മിക്കുന്നതെന്നും പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ല ഇത് നിർമ്മിക്കുന്നതെന്നും മെമ്പർ ഹലീമ നാസർ അറിയിച്ചു. എന്നാൽ പുതിയ വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്നും പഞ്ചായത്തിന്റെ ഉത്തരവില്ലാതെ PWD റോഡിന്റെ സമീപത്തെ നിർമ്മാണം ചട്ടവിരുദ്ധമാണെന്നും ഒരു വിഭാഗം പറയുന്നു. ഇത് പൊളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നപ്പോൾ ഇത് പൊളിക്കണ്ട അത് ഇവിടെ പറ്റിയത് അന്ന് പറഞ്ഞത് അന്നേരം പുള്ളി സമ്മതിക്കില്ല. പുള്ളിക്കാരൻ അത് മറച്ചു കളഞ്ഞു. JCB കൊണ്ടുവന്നിട്ട് അത് പഴയത് കളഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ ഒരു കോഴിക്കോടിന് വലുപ്പമുള്ള സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ സംഭവം. കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, കാലം ഉറപ്പിച്ചിട്ടില്ല, ആർക്ക് കയറാൻ വേണ്ട, സ്ഥലം മുട്ടി. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ കൂടി ആ പൊളിച്ച് കളഞ്ഞത് പണിതാണ് ഇത് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ പുതിയ വാർഡ് വിഭജനത്തെ തുടർന്ന് 7ാം വാർഡിൽ ഉൾപ്പെട്ട ഇവിടം 5ാം വാർഡിലേക്ക് മാറിയ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ഷെഡ് പ്രതിഷേധം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മാതൃവേദി തൊടുപുഴ ഫൊറോന പ്രവർത്തന വർഷ ഉദ്ഘാടനം ക്ലൗഡിയ 25 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ ജോസ് പോദൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാതൃവേദി തൊടുപുഴ ഫൊറോന പ്രവർത്തന വർഷ ഉദ്ഘാടനം ക്ലൗഡിയ 25 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലൗഡിയ ഈ വാക്ക് എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ ആ നീതിമാൻ മൂലം ഞാൻ വളരെയേറെ പീഡ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ സ്ത്രീയാണത്. പീലാത്തോസിന്റെ ഭാര്യയുടെ പേരാണ് ക്ലൗഡിയ. അനുഗ്രഹീത എന്നാണ് അർത്ഥമെന്ന് അല്ലേ? പ്രിയപ്പെട്ട അമ്മമാരെ, ഇത് തന്നെയാണ് ഈ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തേജസ് എന്നുള്ളത്. കാരണം ചില വ്യക്തിത്വങ്ങൾ ചിലർക്ക് ചില റിപ്പിൾസ് തരംഗങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഓരോ മനുഷ്യനും ചില മനുഷ്യരോട് ആത്മബന്ധമുള്ളപ്പോൾ ആ മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത സംഭവിക്കുമ്പോൾ മറ്റേയാൾക്ക് എന്തെങ്കിലും ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ടെലപ്പതി എന്നാണ് പറയുക. ടെലപ്പതി ചരിത്രത്തിൽ ബൈബിളിൽ ടെലപ്പതി ഇങ്ങനെ ക്ലൗഡിയ അനുഭവിച്ചു. ഏത്? നീതിമാൻ മൂലം വളരെയേറെ പീഡ അനുഭവിക്കുന്നു എന്ന് ക്ലൗഡിയയ്ക്ക് മനസ്സിലായി. കാരണം ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നീതിമാനെ ഘോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നുപോയപ്പോൾ പീലാത്തോസിനോട് ഈ ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ക്ലൗഡിയയ്ക്ക് സാധിച്ചു. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പലരുടെയും സമ്മർദ്ദം മൂലം അരുതാത്തത് ചെയ്യുകയാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ ആ ഭാര്യ വെട്ടിത്തുറന്നു പറഞ്ഞു, അത് നീതിമാനാണ്. ഫൊറോന പ്രസിഡന്റ് രാജീവ് ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന ഡയറക്ടർ ഫാദർ ജോസ് പൊദൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മാതൃവേദി മാർഗരേഖ പ്രകാശനവും മുൻ ഫൊറോന ഭാരവാഹികളെ ആദരിക്കലും നടത്തി. സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് സഹവികാരി ഫാദർ ആൻഡ്രൂസ് മൂലയിൽ, വിജ്ഞാനമാതാ പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രൂപതാ പ്രസിഡന്റ് ജാൻസി മാത്യു, ഫൊറോന ആനിമേറ്റർ സിസ്റ്റർ മേരി ജോൺ SH എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫൊറോന സെക്രട്ടറി സ്മിത രാജീവ് സ്വാഗതവും ട്രഷറർ സിമിലി ആന്റണി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആം ആദ്മി പാർട്ടി പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നു. പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി റെനി സ്റ്റീഫൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി തെക്കേടം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി പിറവം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇലഞ്ഞിക്കവലയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ബേബി തെക്കേടം അധ്യക്ഷത വഹിച്ചു. വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന കെജ്രിവാളിന്റെ ആശയം കേരളത്തിൽ കൊണ്ടുവരുന്നതിന്റെ പ്രസക്തി ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നും അഴിമതിയും വികലമായ വികസന നയവും കൈമുതലാക്കിയ സാമ്പ്രദായിക രാഷ്ട്രീയക്കാരെ ജനം തിരിച്ചറിഞ്ഞെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി റെനി സ്റ്റീഫൻ പറഞ്ഞു. ജനിച്ചപ്പോൾ മുതൽ തോൽവി എന്തെന്നറിയാതെ ജയിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാർ കഴിഞ്ഞ നാളിൽ ഡൽഹിയിൽ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് ഇത്രയും നല്ല ഭരണമെങ്കിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു? നിങ്ങൾക്കുത്തരം ഒരുപക്ഷെ ഇതിനോടകം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം 75 വർഷത്തെ പാരമ്പര്യമുള്ള മുത്തശ്ശി പാർട്ടികൾ നിങ്ങളോട് അന്ന് പറയാതിരുന്ന കാര്യമുണ്ട്. കേജ്രിവാളിനൊപ്പം ജോമോൻ കാടാമ്പുറം, ജോർജ്, ഇവൈ തങ്കച്ചൻ, KU വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ, വർക്കി ഇല്ലിക്കൽ, MM ജോസഫ്, ജോയി ഐസക്, ജോസഫ് ഇലഞ്ഞി, CS സ്റ്റീഫൻ, തങ്കമ്മ എന്നിവർ പങ്കെടുത്തു. മുതലക്കുളം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചു. ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ ഫാദർ പ്രിൻസ് പാർത്തനാൽ CMI ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിൽ കലോത്സവം ആർട്ടിസ്റ്റ 2025 എന്ന പേരിൽ സമുചിതമായി നടന്നു. ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ ഫാദർ പ്രിൻസ് പാർത്തനാൽ CMI ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് അച്ഛന്റെ ഗാനവും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും കുട്ടികൾക്ക് ഉണർവ് നൽകി. ഹെഡ് മിസ്ട്രസ് ശ്രീമതി സുനി M കുര്യൻ സ്വാഗതവും PTA പ്രസിഡന്റ് ജിൽസൺ പീറ്റർ ആശംസയും അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകനായ ജിബിൻ ജോസ് ജോൺ കൃതജ്ഞത അർപ്പിച്ചു. കലോത്സവത്തിന് പേര് നിർദ്ദേശിക്കുവാനുള്ള അവസരം കുട്ടികൾക്ക് നൽകിയിരുന്നു. ഇതിൽ നിന്ന് കുമാരി സഫ്ന സുധീർ നിർദ്ദേശിച്ച ആർട്ടിസ്റ്റ 2025 തിരഞ്ഞെടുക്കുകയും കുട്ടിക്ക് വേദിയിൽ വെച്ച് സമ്മാനം നൽകുകയും ചെയ്തു. തുടർന്ന് സെക്രട്ടറി ഹാർട്സിന്റെ മിടുക്കികൾ വിവിധ കലാമത്സരങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് ഹൃദ്യമായ അനുഭവം സമ്മാനിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചരമവാർത്ത. അരിക്കുഴ കാഞ്ഞിരാവിൽ ശ്രീധരന്റെ ഭാര്യ ഗൗരി 75 വയസ്സ് നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 9/8/2025 ഉച്ചയ്ക്ക് 12:30 വീട്ടുവളപ്പിൽ. പരേത കാലാമ്പൂർ മടത്താട്ട് കുടുംബാംഗമാണ്. മക്കൾ സിന്ധു, ബിന്ദു, മരുമകൾ പരേതനായ അനിൽകുമാർ റൈജി, കൊച്ചുമക്കൾ ദേവി, കൃപ, ഐശ്വര്യ, അഭിജിത്ത്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കരയിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ വാഴത്തൈകളും നല്ല ഇനം ടിഷ്യൂ കൾച്ചർ ഇഞ്ചി തൈകളും വിൽപ്പനയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9048178101 എന്ന ഫോൺ നമ്പറിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിക്ക് ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഇടുക്കി ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക് OP വിഭാഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ 1ാം വർഷ ആൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തൊടുപുഴ യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരണ യോഗവും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സമിതി അംഗം B വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.